ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തൂന വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടൂലേ? അപ്പോൾ ഇന്ന് അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടത് ആദ്യം തന്നെ ഒരു ടൂനയുടെ ടിന്നെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 120 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാകും. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ഒന്ന് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. ഇപ്പോൾ ദാ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ക്യാപ്സിക്കട്ട് അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മൈദപ്പൊടി കട്ടൊന്നുമില്ലാതെ ഈ ഉള്ളിയിലൊക്കെ ഒന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ 1 കപ്പ് ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ പാല് കുറച്ച് ചേർത്തിട്ടുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഈ ടൂനയുടെ ടിന്ന് പൊട്ടിക്കുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പാല് കുറച്ച് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഉള്ള കുപ്പിയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഒരു ചീസിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ടൂനയുടെ ടിന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലുള്ള ചെറിയതൊക്കെ കഷ്ണങ്ങളായിട്ട് കട്ടയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയുടെ ഈ മിക്സിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ടൂന നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ട് ആ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ഈ ടൂനയിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ ആ ഒരു വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ടൂനയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് അധികം വേവാവേണ്ട ആവശ്യമില്ല. ഇത് ചിലരൊക്കെ ഈ പച്ചക്ക് തന്നെ കഴിക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ മസാലകളും നന്നായിട്ടൊന്ന് മിക്സായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. ഇപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു പിസ്സയൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സാൻഡ്വിച്ചാക്കി കഴിക്കണവരുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് അപ്പത്തിലേക്ക് കഴിക്കാനായതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് ലൂസാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.